ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ എന്ന വണ്ടി. നിലവിൽ നമുക്കതിന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ സർവീസായിട്ടും നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമം കഴിഞ്ഞ് നിൽക്കണേ. അത്യാവശ്യം ലൂസ് കാണിക്കുന്നുണ്ട്. ഈ ഭാഗമൊന്നും ക്ലിയറായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ചെയിനും സ്പോക്കറ്റായിട്ട് മാറ്റലാണ് പതിവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അഡ്ജസ്റ്റിങ് ഇപ്പോൾ മാക്സിമത്തിലേക്കാണ്. ഒരല്പം കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും 100% അത് കംപ്ലയിൻറ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റി സെറ്റ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് യെല്ലോ കളറാണ്. അത് പൊടി കയറി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടണം. കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ കാർബൺ കയറിയിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ കൂട്ടത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതിനേക്കാളും ഒരു മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിൽ ഓയിൽ കയറി കത്താണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ സൈലൻസറിൻ്റെ മുഖത്തിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ മയത്തോടുള്ള കരിയാണ് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മളത് അഴിക്കണം. നമുക്കത് അഴിച്ച് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ സിലിണ്ടറിനോ പിസ്റ്റണോ എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട് എന്നുള്ള ദിവസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു വേറെ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറും നമുക്ക് ബോർ ചെയ്ത് യൂസ് ചെയ്യാം. അതായത് പിസ്റ്റൺ മാത്രം മാറ്റിയിട്ട് സിലിണ്ടർ ബോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ. അതേപോലെ തന്നെ വാൽവ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇത്ര ഓടിയാകണ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് വാൽവ് മാറ്റേണ്ടി വന്നേക്കും. വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ നമുക്ക് ആ രീതിയിൽ ബോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കൊരു 1 ഇയർ വാറണ്ടിയിലൊക്കെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് അഴിച്ചാലാണ് ശരിക്കും അതിൻ്റെ ഒരു എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ദിവസമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിച്ച് ഓയിലൊക്കെ മാറ്റിയാർന്നാണ് ചെറിയൊരു ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഓയിൽ കത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്, പുകയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ ഈ ഭാഗം നമ്മൾ അഴിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള ഭാഗം കൂടി നമ്മൾ നോക്കണുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മളിപ്പോൾ സിലിണ്ടർ ഹെഡും കൂടി അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ കിടക്കുന്നത് ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ വന്നത് ഈ ക്രൗൺ പിനിയൻ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കാവുള്ള. കേബിളിനല്ല, കേബിൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ക്രൗൺ പിനിയനാണ് കംപ്ലയിൻറ്റ് വരുന്നത്. ചില ഭാഗങ്ങൾ വരുമ്പോൾ പിനിയൻ വർക്ക് ചെയ്യാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഭാഗം ക്ലിയർ ആയിക്കോളും. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് കേബിളും നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്വിച്ച് ഐറ്റംസ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകും. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ പറഞ്ഞ പോലെ ചെയിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, കാർബറേറ്റർ ഈ പറഞ്ഞ രീതിയിൽ കിടന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ തന്നെ നമുക്ക് ടൈലേറ്റർ ബൾബൊക്കെ തെളിയാനുള്ള ഒരു പോയിൻ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിടാനുണ്ട്. അപ്പോൾ നിലവിൽ ജനറൽ സർവീസും ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളും സിലിണ്ടർ അഴിച്ച് ബോർ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്നൊരു അപ്രൂവൽ ഇടാം. കാരണം നമുക്ക് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് ആ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുള്ളൂ. അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പ്രത്യക്ഷത്തിൽ നമുക്ക് അയക്കും മുമ്പ് നമുക്ക് ഏകദേശം എത്ര ചിലവ് വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കണം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ.